ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പരപ്പൂവിൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആട്ടോ ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ശ്രുതി ആന്റണിയുമായി കൂടി തന്നെ സച്ചിക്കും രേവതിക്കും പാര വെക്കാൻ ഒരുങ്ങിയാണല്ലേ. പാരയെന്ന് പറഞ്ഞാൽ പോലെ വലിയൊരു കെണി തന്നെയാണ് അവർക്ക് വേണ്ടി ഒരുക്കുന്നത്. അതായത് നമ്മുടെ ആന്റണിയെ കൂട്ടിപ്പിടിച്ച് ശരത്താണ് ചന്ദ്രയുടെ പണം മോഷ്ടിച്ചത് എന്നുള്ള ആ ഒരു സത്യം ആന്റണി ശ്രുതിയോടായിട്ട് തുറന്നു പറയുകയാണ്. മാത്രമല്ല ആ ഒരു വീഡിയോ സച്ചിയുടെ ഫോണിലുണ്ടെന്നും അത് തനിക്ക് അയച്ചു തരുന്നത് മാത്രം നീ ആവശ്യപ്പെടുന്ന കാര്യം താൻ ചെയ്തു തരാമെന്നും ആന്റണി പറയുകയാണല്ലേ. അങ്ങനെ ആന്റണിയുടെ ആ ഒരു ഡിമാൻഡ് സമ്മതിച്ചുകൊണ്ട് തന്നെ ശ്രുതി ഈ ഒരു പ്രയത്നത്തിനായിട്ട് ഒരുങ്ങിയാണ് കേട്ടോ. എന്നാൽ സച്ചിയെ പേടിയുള്ളത് കൊണ്ടും അതിബുദ്ധിമാനായ സച്ചിയുടെ കയ്യിൽ നിന്ന് എങ്ങനെ ഫോൺ അടിച്ചു മാറ്റുമെന്നുള്ളൊരു ടെൻഷനും കൊണ്ട് നമ്മുടെ ശ്രുതി പല വഴികൾ ഉപയോഗിക്കുന്നുണ്ട്. അതിനുവേണ്ടി ആദ്യം തന്നെ ചെയ്യുന്നത് രാത്രി സച്ചി കിടന്നുറങ്ങുന്ന അതേ സമയം തന്നെ ഫോൺ എടുക്കാനായിട്ട് ശ്രുതി പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ആ ഒരു സമയം തന്നെയാണ് ശ്രീകാന്ത് ഫോൺ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ ആ ഒരു പ്രയത്നം അവിടെ വിഫലമായി പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്താണ് ആന്റണി ശ്രുതിയെ വീണ്ടും വിളിക്കുന്നത്. ആ ഒരു സമയം ശ്രുതി പറയുന്നത്, ഞാൻ നോക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഒരു രീതിക്ക് ഫോൺ എടുക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നീ വൈകുന്നതുകൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, പക്ഷെ പ്രശ്നം നിനക്കാണ്. നിനക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. 2 ദിവസത്തിനുള്ളിൽ തന്നെ നവീൻദാസിന് പണം കൊടുക്കണമെന്നല്ല പറഞ്ഞത്. ഈ ഒരു വീഡിയോ എൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്താൽ മാത്രമാണ് ഞാൻ നവീൻദാസിന് വേണ്ട രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുകയുള്ളൂ. ഈ ഒരു വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ നീ പിന്നെ ഒന്നുകൊണ്ടും പേടിക്കണം, നവീൻ്റെ യാതൊരു ശല്യവും ഉണ്ടാവുകയില്ല എന്ന്. അങ്ങനെ ശ്രുതി ഏത് വിധേനയും ഫോൺ കൈക്കലാക്കണമെന്നുള്ള ഉദ്ദേശത്തോട് ഇരിക്കുന്ന സമയത്താണ് സച്ചി ഫോൺ ചാർജ് ചെയ്യാനായിട്ട് റൂമിൽ കുത്തിയിട്ടിട്ട് കുളിക്കാൻ കയറുന്നത്. ആ ഒരു സമയം തന്നെ ഒരു കണക്കിന് ശ്രുതി റൂമിൽ കയറിയതിനു ശേഷം സച്ചിയുടെ ഫോൺ കൈക്കലാക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്നാണ് സച്ചി ബാത്റൂമിൽ നിന്നുകൊണ്ട് തന്നെ രേവതിയെ വിളിക്കുന്നതും ടവൽ ആവശ്യപ്പെടുന്നതും. അങ്ങനെ രേവതി റൂമിലേക്ക് വരുന്ന കാണുമ്പോൾ തന്നെ വേഗം തന്നെ ശ്രുതി കട്ടിലിൻ്റെ അടിയിലേക്ക് ഒളിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ച് അതിനിടെ തന്നെ സച്ചിയുടെ രേവതിയുടെ ചെറിയ റൊമാൻറ്റിക് ആയിട്ടുള്ള ഭാഗങ്ങളെ കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ശ്രുതി പറയുന്നുണ്ട് ഈ ഒരു സമയത്ത് വേഗം പോകാനുള്ളതിന് രണ്ടും കൂടെ കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, റൊമാൻറ്റിക് കാണിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനസ്സിലിങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ റൂമിൻ്റെ ഉള്ളിൽ പെട്ട അവസ്ഥയിലിരിക്കുന്ന സമയത്ത് ശ്രുതിയായി തന്നെ കട്ടിലെ സൈഡിലേക്ക് നീങ്ങി കടന്നതിന് ശേഷം സച്ചിയുടെ ഫോണിലുള്ള വീഡിയോ സെർച്ച് ചെയ്യാനായിട്ട് അങ്ങനെ ഒരുപാട് നേരം നോക്കിയതിന് ശേഷം ശരത്തിൻ്റെ ആ ഒരു വീഡിയോ സച്ചിയുടെ ഫോണിൽ നിന്ന് ശ്രുതി കാണിക്കുകയാണ്. ഇത് കാണുമ്പോൾ തന്നെ ശ്രുതിക്ക് ആകപ്പാടെ സന്തോഷമോ വെപ്രാളോ എന്തൊക്കെ പോലെ ആവുകയാണ്. കാരണം സച്ചിക്കും രേവതിക്കും നല്ലൊരു തിരിച്ചടി കിട്ടുന്ന വീഡിയോ മാത്രമല്ല, ഈ ഒരു വീഡിയോ ആന്റണിക്ക് കൊടുത്തു കഴിഞ്ഞാൽ തൻ്റെ ആഗ്രഹവും നിറവേറും എന്നുള്ളൊരു സന്തോഷത്തോടു കൂടി തന്നെ ഈ ഒരു വീഡിയോ ഫോണിലേക്ക് മാറ്റാനൊരുങ്ങുന്ന അതേ സമയം തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോവുകയാണ്. അങ്ങനെ ശ്രുതിയുടെ ആ ഒരു പ്രയത്നം അവിടെ വിഫലമായി പോവുകയാണ്. അപ്പോൾ ഈ ഒരു സമയം തന്നെ സച്ചി തൻ്റെ ഫോൺ കാണാനില്ലാതെ അവിടെ ചുറ്റുംപുറം അന്വേഷിക്കുന്ന നേരത്തെ രേവതി പറയുന്നുണ്ട്, നിങ്ങൾ എവിടെയും ഫോൺ കൊണ്ട് വെച്ചിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഈ ഇടയ്ക്ക് മറവി കൂടുതലല്ലേ എന്നും പറഞ്ഞ് സച്ചിനെ കുറ്റപ്പെടുത്തിയതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. സച്ചിയാണെങ്കിൽ ഇത് ഇവിടെ തന്നെയാണ് താൻ കുത്തി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് റൂമിനുള്ളിൽ അന്വേഷിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി പോകുന്ന അതേ സമയം തന്നെ ശ്രുതി കട്ടിലിനടിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് സച്ചി മാറി വെച്ചിരിക്കുന്ന ആ ഡ്രസ്സിൻ്റെ അടിയിലേക്കായിട്ട് ഫോൺ വെച്ച് ഇറങ്ങി ഓടിപ്പോവുകയാണ് കേട്ടോ. ഈ ഒരു സമയം തന്നെ രേവതി സച്ചിയുടെ ഫോൺ ഹാളിലെല്ലാം അന്വേഷിച്ചതിന് ശേഷം കാണാത്തതുകൊണ്ട് തന്നെ സച്ചിനെ എവിടെയായിരിക്കും ഫോൺ വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് റൂമിൽ വന്ന് ഇങ്ങനെ സച്ചി മാറി വെച്ചിരിക്കുന്ന ആ ഒരു തുണി പൊക്കി നോക്കുന്ന സമയത്താണ് ഈ ഒരു ഫോൺ കാണുന്നത്. പെട്ടെന്ന് തന്നെ രേവതി പറഞ്ഞത്, സച്ചിയുടെ നിങ്ങളുടെ ഫോൺ എവിടെയുണ്ട്, ഓർമ്മയില്ലാതെ എവിടെയെങ്കിലും കൊണ്ടേ വെക്കണം, നിങ്ങൾ കുത്തി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് വെറുതെ ആയിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു ഫോൺ സച്ചിയുടെ കൈകളിലേക്കായിട്ട് കൊടുക്കാണ്ട്. പെട്ടെന്ന് സച്ചി ചിന്തിക്കുന്നത് അതെങ്ങനെ ശരിയാവും, ഞാൻ കുത്തി വെച്ചിരിക്കുന്ന ഫോണായിരുന്നല്ലോ, പിന്നെ എങ്ങനെ ഇവിടെ വന്നു എന്നൊക്കെ സംശയിക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ താൻ മറന്നു പോയതായിരിക്കുമെന്ന് കരുതിക്കൊണ്ട് തന്നെ ആ ഫോൺ എടുത്തുകൊണ്ട് സച്ചി പുറത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.